ഇപ്പോൾ വരുന്ന വാർത്ത അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകില്ല എന്നതാണ്. കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ തവണയും കേസ് മാറ്റിവെക്കുകയായിരുന്നു. നിരാശാജനകമായ വിവരമാണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് വരുന്നത്. ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകില്ല, വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവാണ് ഇന്നുണ്ടാകില്ല. അതിനുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും. പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. വിധി പറയാൻ കേസ് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഇപ്പോൾ അവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അബ്ദുൾ റഹീം നിയമസഹായ സമിതി എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും നിരാശയാണ്. ഇത് മാറ്റിവെച്ചിരിക്കുന്നു എന്നത് ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്? കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കാനും പറയാനും വേണ്ടി അവിടുത്തെ നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട CP മുസ്തഫ സാറോടുണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല ഇന്ന് വന്നത്. താൽക്കാലികമാണെങ്കിലും അടുത്ത് തന്നെ പുതിയ തീയതി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അത് കിട്ടുന്നതാണ്. ആ സമയം അതിനുശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്താണ് അടുത്ത സിറ്റിംഗ് എന്നുള്ള. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിന് അനുമതി നൽകേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതിന് കാത്തിരിപ്പാണ്. അവരാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട്. അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കണം. ഞാൻ ഇപ്പോൾ റിയാദിൽ നിന്ന് ഇന്നലെ മിഞ്ഞാന്ന് വന്നാണ്. ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാം, പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് വിധിൻ്റെ ഇത് മാറ്റിയേക്കാണ്ടായ കാരണം ഇത് തന്നെ. പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ എന്തോ ചോദിച്ച ആ ചോദ്യത്തിന് നമ്മളെ വക്കീൽ അതിൻ്റെ വേണ്ട രീതിയിലുള്ള പേപ്പറുകൾ ഇനി അടുത്ത സിറ്റിങ്ങിൽ ഹാജരാക്കാൻ കഴിയുള്ളൂ. കാരണം ഒറ്റയടിക്ക് അപ്പം തന്നെ ഹാജരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിലുണ്ടാകുന്ന കാലതാമസം ഇനി തരുന്ന ഡേറ്റ് 2-3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡേറ്റ് കിട്ടുന്നതാണ്. അതോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് കഴിഞ്ഞൊരു മാറ്റാനുണ്ടായത് സാങ്കേതികമായ കാരണമാണ്. ഇപ്പോൾ അവിടെ ഇന്നത്തെ സിറ്റിങ്ങിൽ കാര്യമായി അവർ ചർച്ച ചെയ്ത് പ്രോസിക്യൂഷൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദങ്ങളായിരുന്നു. ആ വാദങ്ങൾ നമ്മുടെ വക്കീൽ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് വന്നത്. അതായത് കോടതിയിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ എതിർവാദം പ്രകടിപ്പിക്കുകയും എന്നുള്ള വിവരമാണ് സൗദിയിൽ നിന്ന് വരുന്നത്. അതിൽ പ്രധാനമായി സാങ്കേതിക കാരണങ്ങൾ തന്നെയാണ് ഇക്കുറിയും ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂഷൻ നേരത്തെ ഉന്നയിച്ച വാദങ്ങൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അഭിഭാഷകൻ സമർപ്പിച്ച വാദങ്ങൾ അത് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്മേലുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷം കോടതി വിധി പറയും എന്ന തരത്തിലേക്കാണ് സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും മോചന ഉത്തരവ് നൽകുന്നത്. അത് എന്താണ് കോടതിയുടെ ഉത്തരവ് എന്നത് അറിയില്ല. എന്തായാലും ആ ഉത്തരവ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിയാദിൽ നിന്ന് വരുന്ന വിവരം. നിരാശാജനകമാണ് ഇപ്പോൾ നിയമസഹായ സമിതി മാധ്യമങ്ങളോട് പറയുന്നത്. പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഒരു വാർത്തയല്ല അവിടെ നിന്ന് വരുന്നത് എന്നതാണ്. വീണ്ടും ഇനിയിപ്പോൾ എന്നാകും പുതിയ തീയതി എന്നൊക്കെയുള്ളത് അത് ഉടൻ അറിയാൻ കഴിയുമെന്നുള്ളതാണ് റിയാദ് സഹായ സമിതി മാധ്യമങ്ങളോട് പറഞ്ഞത്.